ആ ജോജോ ഇവിടെയുണ്ട്. ജോജോ അന്നത്തേന് ശേഷം ഇപ്പോൾ വരികയാണ് അല്ലേ? അന്ന് രാത്രി പോയതാണ്. ആൽബം കിട്ടി. ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ വീട്ടുകാരടക്കം ഒരു 30-ലധികം ആളുകളുണ്ടായിരുന്നു. അയൽവാസികളൊക്കെ, താഴെയുള്ള വീട്ടിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ. ആര്യ ഇവിടെ എന്തെങ്കിലും സംസാരിക്കാവുന്ന ഒരു അവസ്ഥയിലല്ല ജോജോ. നമ്മൾ ഈ കാണുന്ന വീട്, ഇതിൻ്റെ ഇവിടെ നിന്ന് ആണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുൻവശം ഇടിഞ്ഞ് തകർന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ്. ജോജോയോട് ഇപ്പോൾ ചോദിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ജോജോ. അതുകൊണ്ടാണ് കണ്ടില്ലേ നേരത്തെ ജോസേട്ടൻ പറഞ്ഞത്, ഇവിടെ നിന്ന് പൊന്തിപ്പോയി എന്ന് പറഞ്ഞത് ഈ സോഫയാണ്. ഈ മരത്തടികൾ വന്ന് ഇടിച്ച് തകർന്നു വീണത് ഈ വീടിൻ്റെ മുൻഭാഗമാണ്. നീതു, ജോജോയുടെ വൈഫ് അടക്കമുള്ളവർ നഷ്ടമായത് ഇവിടെ വെച്ചാണ്. തകർന്ന് കിടക്കുന്നത്, കൂറ്റൻ പാറക്കല്ലുകൾ ഇതൊക്കെ വന്ന് കിടക്കുന്നു. ജോജോയെ കാണാം നമുക്ക്. ജോജോയുടെ ആ മുഖത്ത് അതിനപ്പുറത്ത് ഇനി നമുക്ക് എന്തെങ്കിലും പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം അതിന് ശേഷം ആദ്യമായിട്ട് വരികയാണ്. ഉണ്ണീശോയുടെ ചിത്രം എടുത്തുകൊണ്ട് പുറത്തു വരുന്ന ജോജോയെയാണ് ഞാൻ ആദ്യം കണ്ടത്. ആ ഒരു വിശ്വാസം ആയിരുന്നു അവരെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ആ തകർന്നു കിടക്കുന്ന വീടിനുള്ളിൽ നിന്നും തകരാത്ത ആ വിശ്വാസത്തിൻ്റെ ചിത്രങ്ങളും ഒക്കെയായിട്ട് അവർ തിരിച്ചു വരികയായിരുന്നു. ഇവിടെ ഇതുപോലുള്ള വീടുകളിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ഓരോ വീടുകളിലും ഏതാണ്ട് സമാനമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. ഇതിനപ്പുറത്ത് ഈ ചെളി വന്ന് നിറഞ്ഞപ്പോൾ ഇതിനപ്പുറത്ത് ജോജോ അന്ന് ഈ തടി വന്ന് അടിക്കുകയായിരുന്നു. ആദ്യം തടി വന്ന് അടിച്ച് പൊന്തിപ്പോവുകയായിരുന്നു അല്ലേ? തടി വന്നടിച്ച് ഭിത്തിയൊക്കെ പൊളിഞ്ഞു ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പം അത് ഉള്ളിലേക്ക് ഈ ഹൈറ്റിൽ ചെളി കയറി. പിന്നെ ഇവിടെയുള്ള ജനലിലെ ഫ്രെയിം പൊളിഞ്ഞു പോയതുകൊണ്ട് നമ്മളൊരു 30-5 പോയുള്ളൂ, അല്ലെങ്കിൽ 30 ഒന്നുമില്ലേ വീട് നിറഞ്ഞു പോകും, അല്ലെങ്കിൽ ബാക്കിയുള്ള വീടുകളൊക്കെ പോയതുപോലെ മറിഞ്ഞു പോകും. ജനലിലെ ഫ്രെയിം പൊളിഞ്ഞപ്പോഴാണ് ഉള്ളിലുണ്ടായിരുന്ന പകുതിയിലധികം ചെളി അതിലെ കൂടി ഒഴുകാൻ പോയി തുടങ്ങി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇരുന്ന് നിറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകും. ഏറ്റവും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇമോഷൻസ്. വൈകാരികമായി തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ഏത് നിമിഷവും നമുക്കും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രാണൻ്റെ അങ്ങേക്കരയ്ക്കും ഇങ്ങേക്കരയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിലേക്ക് ജോജോ കടന്നു വരുമ്പോൾ, ജോജോയെ പോലുള്ളവർ ഈ പ്രദേശത്തെത്തുമ്പോൾ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടമായി അവർ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയാണ് ആര്യ കാണാനാവുന്നത്. ശരി, നമുക്ക് ഈ ജോജോനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ, ഈ ഒരു ദുരന്തത്തിനെ പറ്റി കേരളം ആദ്യം അറിഞ്ഞത് ഒരു പക്ഷേ ജോജോയുടെ ഭാര്യ നീതുവിൻ്റെ ശബ്ദ സന്ദേശം കേട്ടാണ്. ചൂരൽമലയിൽ ഉരുൾപൊട്ടി, വീട്ടിലൊക്കെ വെള്ളം കയറി, ആരെങ്കിലും ഓടി വന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ സഹായം തേടിയ നീതുവിൻ്റെ ആ ശബ്ദ സന്ദേശം നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ട്. ആ നീതുവിൻ്റെ ഭർത്താവ് ജോജോ ആണിത്. നീതുവിനെ പിന്നീട് ചാലിയാറിൽ നിന്നാണ് നീതുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്.